അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലാണ് നമുക്ക് മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അതിനുശേഷം അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പം മാവിലേക്ക് ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, അത് അരയ്ക്കുന്ന ആ ഒരു സമയത്ത് മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ മാവില്ലേ, ആ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത്, ഒത്തിരി ടൈറ്റ് ആവരുത്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു അല്പം പൊടി കൂടി ഇട്ട് കൊടുത്ത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. തീരെ കനം കുറച്ച് വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ തീരെ കനം കുറച്ചുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദോശ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് മറ്റേ സൈഡ് ഒരു മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കനം കണ്ടോ, തീരെ കനം കുറച്ചാണ് ചുട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഞാനതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് നമുക്ക് ബ്രോക്കൺ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഇരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങ ചിരകിയത് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു തേങ്ങ ചിരകിയതും ഒരല്പം ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങനെ ഡ്രൈ ആയി പോകരുത്. അപ്പോൾ തേങ്ങയുടെ ആ മുറുമുറുപ്പ് ആവണതിന് തൊട്ട് മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കുറച്ച് മുന്നോട്ട് നിൽക്കണം, എന്നാലാണ് ഏലാഞ്ചിക്ക് ശരിക്കും ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്ക ആ പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു നെയ്യിൽ കിടന്ന് ഇതെല്ലാം വേവുന്ന കാരണം നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങയെല്ലാം ചെറുതായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് പാനിൽ നിന്ന് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ ഓവർ കുക്കഡായി പോകും. അതിനുശേഷം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഓരോ ദോശയായിട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു സൈഡിൽ വേണം ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്നാലാണ് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ വേവ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും ആ ഒരു തേങ്ങയുടെ ഇത് കൂടി പോയെന്ന് പറയണേ. അപ്പോൾ ഇപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഏലാഞ്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് ഉടനെ തിരിച്ചു വരാം.